ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 23-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. നിമിത്തജ്ഞനായിരിക്കുന്ന രാമൻ നിമിത്തങ്ങൾ കണ്ട് ലക്ഷ്മണനെ കെട്ടിപ്പുണർന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: തടുത്ത തണ്ണീരും കായുള്ള കാടുകളുമുള്ള സ്ഥലം നോക്കി ഈ സൈന്യത്തെ വിഭജിച്ചു നിർത്തി നമുക്ക് നിലകൊള്ളാം. മഹാവീരന്മാരായിരിക്കുന്ന ഋക്ഷവാനര രക്ഷസുകളുടെ നാശകരണവും രോഗക്ഷേകരവും ഭീകരവുമായിരിക്കുന്ന ഭയം അടുത്തെത്തിയതായിട്ട് ഞാൻ കാണുന്നു. പരുത്ത കാറ്റടിക്കുന്നു, ഭൂമി കുലുങ്ങുന്നു, പർവ്വതാഗ്രാണി വേപന്തേ പതന്തേ ച മഹീരുഹ. പർവ്വതാഗ്രങ്ങൾ വിറയ്ക്കുന്നു, വൃക്ഷങ്ങളെ വീഴുന്നു, ചെന്നായ്ക്കളെ പോലുള്ള ക്രൂരങ്ങളും പരുഷങ്ങളും പരുഷശബ്ദങ്ങളുമായിരിക്കുന്ന മേഘങ്ങള് ചോരത്തുള്ളികൾ കലർന്ന വെള്ളം വർഷിക്കുന്നു. രക്തചന്ദ്ര നിറമാർന്ന സന്ധ്യ അതി ഭയങ്കരമാണ്. കത്തുന്ന കതിരോനിൽ നിന്ന് കനൽക്കട്ടകള് വീഴുന്നു. ക്രൂരങ്ങളായിരിക്കുന്ന പക്ഷിമൃഗങ്ങള് ദൈന്യമാർന്ന ദീനസ്വരത്തില് ഭയം ജനിപ്പിച്ചുകൊണ്ട്, മഹാഭയം ജനിപ്പിച്ചുകൊണ്ട് സൂര്യനെ നോക്കി നിന്ന് ശബ്ദിക്കുന്നു. രാത്രിയില് ചന്ദ്രൻ വിവർണമായി നിന്ന് ചൂടേകുന്നു. പ്രളയകാലത്തെന്നതുപോലെ കറുത്തും ചുവന്നുമുള്ള രശ്മികളോടെ ഉദിക്കുന്നു. രസവും രൂക്ഷവും ലോകിതവും അപൂർവവുമായിരിക്കുന്ന പരിവേഷവും കാണപ്പെടുന്നു. ലക്ഷ്മണ, കാന്തിമാനായിരിക്കുന്ന ആ കതിരോനില് കറുത്ത മറുക് കാണപ്പെടുന്നു. കനത്ത പൊടിയാല് കാന്തികെട്ട നക്ഷത്രങ്ങളും ലോകനാശത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക. കഴുകന്മാരും കാക്കകളും പരുന്തുകളും താഴ്ന്ന് പറക്കുന്നു. കുറുക്കന്മാർ അതിഘോരവും അമംഗളകരവുമായിട്ട് ഓരിയിടുന്നു. കവികളും രാക്ഷസന്മാരും ചാട്ടുന്ന ശൈലങ്ങളാലും ശൂലങ്ങളാലും വാളുകളാലും മൂടപ്പെട്ട മന്നിടം മാംസ ശോണിതങ്ങൾ കൊണ്ട് പങ്കിലമായിട്ട് തീരും. നമുക്ക് ഇപ്പോൾ തന്നെ വേഗത്തില് രാവണപാലിതവും ദുർദർശവുമായിരിക്കുന്ന ലങ്കാപുരിയിൽ കവികളാൽ ചൂഴപ്പെട്ട് സർവഭാഗത്തു നിന്നും കടന്ന് കയറാം. ഇങ്ങനെ പറഞ്ഞ് ധർമാത്മാവും വിഭുവുമായിരിക്കുന്ന രാമൻ യുദ്ധജ്വരം പിടിപെട്ട് വില്ലുമേന്തിക്കൊണ്ട് ലങ്കാനഗരത്തിന് നേർക്ക് മുമ്പേ പുറപ്പെട്ടു. വാനരാവ്യാഘ്രന്മാരെല്ലാം വിഭീഷണ സുഗ്രീവന്മാരോടൊത്ത് വൈരിപഥത്തിന് ഉറച്ച് ആർത്ത് അലറിക്കൊണ്ട് പുറപ്പെട്ടു. രാഘവസ്യ പ്രിയാർത്ഥം ദോ ധൃതാനാം ധൈര്യശാലിനാം ഹരീണാം കർമ്മചേഷ്ട വിസ്തുതോഷ രഘുനന്ദന. രാഘവന്റെ പ്രിയത്തിനായിക്കൊണ്ട് ധൈര്യശാലികളും വീരന്മാരുമായിരിക്കുന്ന വാനരന്മാർ കാണിക്കുന്ന ചേഷ്ടകളില് ആ രഘുനന്ദനൻ സന്തുഷ്ടനായിട്ട് മാറും. ഇങ്ങനെ ആ യുദ്ധത്തിനായിട്ട് ഉള്ള പുറപ്പാടിനെ പറ്റി വർണ്ണിക്കുകയാണ് ഈ സർഗത്തില്. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.